التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്തറുന്നത ക്ലാസ് തുടരുകയാണ്. നവാസിഖുൽ ഇബ്തിദാ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തത് നോക്കാം. അസ്സാനി രണ്ടാമത്തത് മിൻ അൻവാഇ നവാസിഖുൽ ഇബ്തിദാഇ, നവാസിഖുൽ ഇബ്തിദാഇൻ്റെ ഇനങ്ങളിൽ നിന്നും രണ്ടാമത്തേതാകുന്നത് ചില ഹർഫുകളാണ്. എങ്ങനത്തെ ഹർഫുകളാണ്? യൻസിബുൽ ഇസ്മിന് അതെന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. വയർഫഉൽ ഖബറിനത് റഫ്ഉൻ ചെയ്യും. വഹിയ അത് സിത്തത്തു അഹ്റുഫിൻ 6 ഹർഫുകളാകുന്നു. ഏതൊക്കെ? ഇന്ന വ അന്ന, ഇന്നയും വ അന്നയുമാണ്. വഹുമ ഈ രണ്ടെണ്ണവും മൗദൂഅത്താനി, അവ രണ്ടും വെക്കപ്പെട്ടു തഅ്കീദിന് വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി. അതായത് ലിതഅ്കീദിൽ ഹുക്മിൽ മുഖ്തരിനി ബി അഹദിഹിമാ, ഹുക്കുമിനെ തഅ്കീദ് ചെയ്യാൻ വേണ്ടി. എങ്ങനത്തെ ഹുക്കുമാണ്? അൽ മുഖ്തരിനി, കൂടിച്ചേർന്ന, ബി അഹദിഹിമ അവ രണ്ടിലൊന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഹുക്കുമിനെ തഅ്കീദ് ചെയ്യാൻ വേണ്ടി. അഥവാ നമ്മളിപ്പോൾ സെയ്ദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ ഖായിമാകുന്ന ശക്ക് വരണ്ട, ആ ശക്കിനെ നീക്കാൻ വേണ്ടി, ഇതിനെ തഅ്കീദ് ചെയ്യാൻ വേണ്ടി ഇന്ന സെയ്ദൻ ഖായിമുൻ എന്ന് പറയും. തീർച്ചയായും സെയ്ദ് ഖായിമാണ്. അങ്ങനെ തഅ്കീദിന് വേണ്ടിയാണ് വരുന്നത് എന്നർത്ഥം. വൽ ഫർഖു ബൈനഹുമ, ഇവ രണ്ടിൻ്റെയും അഥവാ ഇന്ന അന്നാൻ്റെ ഇടയിലുള്ള ഫർക്ക്, വ്യത്യാസം. അന്ന തീർച്ചയായും മിന്നൽ മക്സൂറത്ത, മക്സൂറായ ഇന്നയാകുന്നത് ലാ തുഗയ്യിറുൽ ജുംലത്ത, ജുംലയെ അത് മാറ്റുകയില്ല. ബി ദുഖൂലിഹ എന്ന് പറഞ്ഞാൽ ഈ ഇന്ന പ്രവേശിക്കൽ കാരണം കൊണ്ട്, അലൈഹ എന്ന് പറഞ്ഞാൽ ജുംലൻ്റെ മേൽ. അപ്പോൾ ജുംലൻ്റെ മേൽ ഇന്ന പ്രവേശിച്ചു എന്നതുകൊണ്ട് തന്നെ ആ ജുംലനെ അത് മാറ്റിമറിക്കൂല, അത് മുഫ്രദിൻ്റെ ഹുക്കുമിൽക്കൊന്നാക്കൂല ഇന്നട്ടോ. നേരെ മറിച്ച് വ അന്നൽ മഫ്തൂഹത, മഫ്തൂഹായ എണ്ണയാകട്ടെ തുസയ്യിറുഹ, അത് ആ ജുംലയെ മാറ്റിമറിക്കും, ആക്കി തീർക്കും. ഫി ഹുക്മിൽ മുഫ്രദി, മുഫ്രദിൻ്റെ ഹുക്കുമിലാക്കി തീർക്കും. തൗബീലയും നമ്മൾ പഠിച്ചതാണല്ലോ. അന്ന മസ്തറിയ ഹർഫാണല്ലോ. വലുതാ ഇക്കാരണത്താൽ തന്നെ തഖഉ ജുംലത്തുഹ, അന്നാൻ്റെ ജുംല സംഭവിക്കും. അതിൻ്റെ ജുംല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇസ്മു ഖബറും കൂടിയ ജുംല തൗവീൽ ചെയ്തിട്ട് എവിടെയൊക്കെ വരും നമുക്ക് പറയലുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഫായിലായിട്ട് സംഭവിക്കും, മഫ്ഊലായിട്ട് സംഭവിക്കും, മജ്റൂറായിട്ടൊക്കെ സംഭവിക്കും. നഹ്വ് ഇതുപോലെ ഫായിലായിട്ട് സംഭവിച്ചതിന് ഉദാഹരണം നോക്കി നിങ്ങൾ. അവലം യക്ഫിഹിം അന്ന അൻസൽന, ഒക്കെ ഖുർആനിലുള്ളതാണ്. അപ്പോൾ അന്ന അൻസൽന അവിടെ മഫ്ഊലുണ്ട്, ഫായിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫായിൽ ഏതാ? അന്ന അൻസൽന. ആ അന്നയും അതിൻ്റെ ഇസ്മും ഖബറും കൂടി തവീൽ, അത് എന്തിൻ്റെ മഹല്ല്? റഫിൻ്റെ മഹല്ലാണ്, അത് ഫായിലാണ്. ഇൻസാലുനാന്ന് തഖ്ദീർ ചെയ്യണം. ഇനി നോക്കിയും നസ്ബിൻ്റെ സ്ഥാനത്ത് 2 മഫ്ഊലിൻ്റെ സ്ഥാനത്ത് ഇറങ്ങിയത് അവലം യഅലമു അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും. അപ്പോൾ യഅലമു എന്നുണ്ട് ആലിമ വന്നാഭാവപ്പെട്ട 2 മഫ്ഊൽ, ആ 2 മഫ്ഊലിൻ്റെ സ്ഥാനത്ത് ഇറങ്ങിയ ആളാണ് അന്നയും അതിൻ്റെ ഇസ്മു ഖബറും തവീൽ. അപ്പോൾ അതിന് ഉദാഹരണം അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും. അതേപോലെ തന്നെ ഇനി ജാർ മജ്റൂറായിട്ട് വന്നത് നോക്കി. ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, ബി അവിടെ സബബിയാൻ്റെ മാന. അപ്പോൾ അതിൻ്റെ മജ്റൂറായി വന്ന അന്നല്ലാഹ ഹുവൽ ഹഖ്, അതിനെ തവീൽ ചെയ്യുന്നത് അതിൻ്റെ മജ്റൂറായിട്ട് വരും. അപ്പോൾ 3 ടൈപ്പിലാണ് വരിക. അപ്പോൾ ആ ജുംലയിൽ നിന്ന് മുഫ്രദിൻ്റെ ഹുക്കുമിൽ ഇങ്ങോട്ട് മാറ്റിമറിക്കുക, അത് അതിൻ്റെ പ്രത്യേകത. വലാക്കിന്ന, പക്ഷേ വലാക്കിന്ന, പിന്നെ ലാക്കിന്നയും. ഇന്ന വ അന്ന ആയല്ലോ, പിന്നെ മൂന്നാമത്തെ വലാക്കിന്ന, പിന്നെ ലാക്കിന്നയും. അൽ മുശദ്ദദതു, ഷദ്ദുടയതായ ലാക്കിന്ന, ലാക്കിൻ അല്ല ലാക്കിന്ന അർത്ഥം. വഹി അത് മൗദൂഅത്തുൻ, വെക്കപ്പെട്ടതാണ്. ലിൽ ഇസ്തിദ്റാഖി, ഇസ്തിദ്റാഖിന് വേണ്ടിയാണ്. വഹു എന്താ ഇസ്തിദ്റാഖിന് വേണ്ടിയെന്ന? വഹുവ അത് റഫ്ഉ സുബൂതി തവഹുമിൻ ഫിൽ കലാമി സാബിഖി ഔ നഫീഹിന. വഹുവ അത് റഫ്ഉ ഇല്ലാതാക്കലാണ്, ഉയർത്തലാണ്. റഫ്ഉ സുബൂതി തവഹുമിൻ, അവിടെ സിഫത്തിൻ്റെ മൗസൂഫിലേക്ക് ഇദാഫത്ത. അപ്പോൾ സാബിത്തിനെ കൊടുക്കാം നമുക്ക്. അപ്പോൾ സാബിത്തായ ഫിൽ കലാമി സാബിക്ക്, മുമ്പുള്ള കലാമിൽ സാബിത്തായിട്ടുള്ള ഒരു ഭാവിക്കപ്പെടുന്നതിനെ, സാബിത്താണെന്ന് ഭാവിക്കപ്പെടുന്നതിനെ അതിനെ ഇല്ലാതാക്കി കളയല്ല. അതില്ല, അതിനെ ഇല്ല, അതങ്ങനല്ല, നമുക്ക് തോന്നും ഉണ്ട് എന്ന്, സാബിത്താണെന്ന്, പക്ഷെ അതില്ല, അതിനെ ഉയർത്തലാണ്. അല്ലെങ്കിൽ ഔ നഫീഹി, അല്ലെങ്കിൽ ആ സാബിക്കായ കലാമിൽ ഇല്ല എന്ന് ഭാവിക്കപ്പെടുന്നതിനെയും ആ ഒരു ശക്കിനെയും നമുക്ക് ഇല്ലാതാക്കി തരും, റഫു ചെയ്യും. അപ്പോൾ ഇല്ല നമ്മൾ വിചാരിക്കും, പക്ഷേ അതിലുണ്ടാവും. മറ്റേ നമ്മൾ ആദ്യത്തേത് ഉണ്ട് നിരാകരിക്കും, അതിലില്ല. രണ്ടാമത്തെ ഇല്ല നിരാകരിക്കും, പക്ഷേ അതിലുണ്ടാവും. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാക്കി നോക്കിക്കോളൂ. യുക്കാലു പറയപ്പെടും സെയ്ദുൻ ആലിമൻ, സെയ്ദ് ആലിമ എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആലിമൊക്കെ അല്ലേ, അപ്പോൾ നല്ല സ്വാലിഹായ മനുഷ്യനായിക്കല്ലോ.
അപ്പോൾ എന്നൊരു അതാണ് റഫ് സുബൂത്ത്, അതുണ്ടാവും സാബിത്ത് സുബൂത്ത്. അപ്പോൾ ആ സാലിഹാണ് എന്ന നമുക്കൊരു തോന്നൽ, ആ ഒരു സുബൂത്തിനെ നമുക്ക് ഇല്ലാതാക്കി തരും ഏത് ലാക്കിന്നിട്ട് പറയുമ്പോൾ. അപ്പോൾ ഫയൂഹമു തോന്നിപ്പിക്കപ്പെടും ബിദാലിക്ക്, അതുകൊണ്ട് സെയ്ദുൻ ആലിം എന്ന് പറയൽ കൊണ്ട് തോന്നിപ്പിക്കപ്പെടും അന്നഹു സ്വാലിഹുൻ, തീർച്ചയായും അവൻ സ്വാലിഹാണ് തോന്നിപ്പിക്കപ്പെടും, എന്താ പറയുക തോന്നിപ്പിക്കപ്പെടും. അപ്പോൾ ഫതഖുൽ അപ്പയ്ക്ക് പറയും ലാക്കിന്നഹു ഫാസിഖുൻ, പക്ഷെ അവൻ ഫാസിഖാണ്. അപ്പോൾ സ്വാലിഹല്ല ഫാസിഖാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. ലാക്കിന്ന അതിനടുത്ത് നോക്കി വൗ നഫീഹി എന്ന് പറഞ്ഞില്ലേ, വയുഖാലു മാ സെയ്ദുൻ ബിശുജാ, സെയ്ദ് ഷുജാ ധീരനൊന്നല്ല. അപ്പോൾ ഷുജാ അല്ല എന്ന് പറയുമ്പോൾ ഓന് മനസ്സിലാക്കുക ഓന്ന് അവന് കരീമൊന്നല്ല കേട്ടോ എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ അവനാണ് കണ്ടോ, ഇല്ല എന്നുള്ളതിനെ ആ ഒരു അവ്യക്തതയെ നമുക്ക് ഇല്ലാതാക്കി തരിക, ഇല്ല എന്ന് നമുക്ക് തോന്നുന്നതിനെ നമുക്ക് തീർത്തു തരികയാണ്. ഫയൂഹമു ബിദാലിക്, അതുകൊണ്ട് എന്താ ഭാവിക്കപ്പെടും അന്നഹു ലൈസ ബി കരീം, ഓന് ഷുജാ അല്ല എന്നപ്പോൾ കരീം അല്ല എന്ന് തോന്നിപ്പിക്കപ്പെടും. അപ്പോൾ ഫതഖുലിങ്ങി പറയും ലാക്കിന്നഹു കരീം, ഓൻ അങ്ങനെയാണെങ്കിൽ ആള് കരീമാണ് എന്ന് പറയും. മനസ്സിലായി? അതാ പറഞ്ഞത്. അടുത്തത് കഅന്നയാകുന്നു ലിത്തശ്ബീഹി, തശ്ബീഹിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിഫത്തിൽ തശ്ബീഹിൽ മുഅക്കദി, മുഅക്കദായ തശ്ബീഹിന് വേണ്ടി, മുഅക്കദ് ഫത്ഹായിട്ട് വായിക്കേണ്ട സിഫത്ത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ലിതറക്കുബിഹ, ആ കഅന്ന കൂട്ടുകടിപ്പിച്ചുണ്ടായ കാരണത്താൽ. എന്തിനാൽ? മിൻ കാഫി തശ്ബീഹി, തശ്ബീഹിൻ്റെ കാഫിനാലും, വ ഇന്നൽ മുഅക്കിദതി, ഈ മുഅക്കിദായ തഅക്കീദ് ചെയ്യുന്ന ഇന്നയാലും, ഇൻദൽ ജുംഹൂർ, ജുംഹൂറിൻ്റെ അടുക്കലും, അവിദ്ദന്നി ഇൻദ ബാദിഹിം, എന്നാൽ ചിലരുടെ അടുക്കൽ ദന്നിനും വരും, ചിലരുടെ അടുക്കൽ അത് ദന്ന് സംശയം ദന്നിനായിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മൾ പറയുകയാണ്, അപ്പോൾ ഇന്ന സെയ്ദൻ, തീർച്ചയായും സെയ്ദ് കൽ അസദി, അസദിനെ പോലെ എന്നാണ് പറയാൻ നിൽക്കുക. അപ്പോൾ കഅന്ന സെയ്ദൻ അൽ അസദു എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ അസൽ ശരിക്കും ഇന്ന സെയ്ദൻ കൽ അസദി എന്നായിരുന്നു. അങ്ങനെ കാഫിനെ മുന്നേ കൊണ്ടുവന്നു. അപ്പോൾ ഇന്നൻ്റെ മുമ്പ് ജാറ് വന്നിട്ട് അതിന് ഫത്ത് കൊടുത്ത്, അങ്ങനെയാണ് കഅന്ന എന്നായത്. മനസ്സിലായില്ലേ? ചില ആളുകൾ ദന്നിനും പറഞ്ഞിട്ടുണ്ട്, ഏത് കൗലിഹി, അവൻ്റെ കൗല് പോലെ, കഅന്ന സെയ്ദൻ കാദിബുൻ, സെയ്ദ് കാദിബിനെ പോലെ ഉണ്ടല്ലോ, സെയ്ദ് കാദിബിനെ പോലെയാണല്ലോ എന്ന് ഒരു ഡൗട്ടാ. കാദിബിനെ പോലെ ഒരു ദന്നാണ്, കാദിബാണോ ഒരു ദന്നോ, എൻ്റെ ഒരു ഊഹം. അപ്പോൾ ദന്നിന് വേണ്ടി വരും. അതേപോലെ തന്നെ ലൈത്ത എന്തിനു വന്ന വഹിയ മൗദൂഅത്തുൻ, അത് വെക്കപ്പെട്ടത് ലിത്തമന്നി, തമന്നിക്ക് വേണ്ടിയാണ്. വഹുവ, അത് തലബുമ, ഒന്ന് ആഗ്രഹിക്കലാണ്, ആവശ്യപ്പെടലാണ്, ലാ തമാഫി, അതിൽ എന്തില്ല ആഗ്രഹമില്ലാത്ത ഒന്നിനെ ആഗ്രഹിക്കലാണ്. കൗലി ഷെയ്ഖ്, ഒരു വൃദ്ധൻ്റെ കൗല് പോലെ. ഒരു വൃദ്ധം പറയാ, അലാ ലൈത ശബാബ യഊദു യൗമൻ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു ഫഉഖ്ബിറഹു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ അല്ല അറിയണേ, ലൈത്ത ശബാബ, യുവത്വം ആയിരുന്നെങ്കിൽ, യഊദു ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ, യൗമൻ ഒരു ദിവസത്തിൽ, ഫഉഖ്ബിറഹു, ഫ സബബിയാണ്, അന്ന് മുതുമറായിട്ട് നസ്ബ് ചെയ്തു, ഫഉഖ്ബിറഹു, അങ്ങനെ വന്നിരുന്നെങ്കിൽ ഞാൻ അവനെ എന്ത് അറിയിച്ചു കൊടുക്കും, ബിമാ ഫഅലൽ മശീബു, നേരെ പ്രവർത്തിച്ച ഒന്ന് അറിയിച്ചു കൊടുക്കുന്ന. ഇവിടെ നമുക്കിപ്പോൾ തെളിവെന്താണെന്ന് വെച്ചാൽ അലാ ലൈത്ത ശബാബ, ഇപ്പോൾ ലൈത്ത ഈ എന്താ ഇത് രണ്ട് നിൽക്കുമ്പോൾ പറയും, ഒന്നുകിൽ മുസ്തഹിലായിരിക്കും, അസംഭവ്യമായിരിക്കും, നടക്കാത്ത കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് നടക്കൽ വളരെ പ്രയാസമായിരിക്കും, അതിലൊരു അവസരമുണ്ടാവും. ഈ രണ്ട് നിൽക്കും വരും. ഇതിപ്പോൾ നടക്കാത്ത കാര്യം, യുവത്വം ഒരിക്കലും മടങ്ങി വരൂലല്ലോ, അതിനാണ് ഉദാഹരണത്. ഇനി അടുത്ത് നോക്കി നിങ്ങൾ ശരി പറഞ്ഞ വഖൗലിൽ മുഅദിമി, ഒരു ഒന്നുമില്ലാത്ത പാപ്പരായ ഒരു ഫക്കീർ പറയാണ്, ലൈതലി ഖിൻതാറൻ മിനൽ ദഹബി, എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഖിൻതാറന 100 റാത്തൽ തൂക്കം, ഒരളവാ 100 റാത്തൽ തൂക്കം ദഹബ് സ്വർണ്ണം എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഒരു ഒന്നുമില്ലാത്തൊരു മൂദിമ ഫക്കീർ പാപ്പര പറയാണ്. അപ്പോൾ അതുണ്ടായാലും കുറച്ച് പ്രയാസമാണ്. മറ്റേത് അസംഭവ്യമാണ്, ഇത് കുറച്ചൊരു ഒസ്റാണ്. അതാണ് ഇബ്നു ഹിഷാം തന്നെ പറഞ്ഞത്, ഔമാ ഫീഹി ഒസ്റുൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തത് നടക്കൽ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പിന് വരുത്താൻ വേണ്ടി. ഇനി വല അല്ലയാണ് വഹിയ, അത് മൗദൂഅത്തുൻ വെക്കപ്പെട്ടതിൽ തറജിക്ക് വേണ്ടിയാണ്. അതെന്താ? വഹുവ തലബുൽ മഹ്ബൂബി, ഇഷ്ടപ്പെടുന്ന മഹ്ബൂബായതിനെ തേടലാണ്. എങ്ങനത്തെ മുസ്തഖറബി, അതെന്തായിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്, അടുപ്പിക്കപ്പെട്ടതാണ്, അതിൻ്റെ അടുത്തതാക്കപ്പെട്ടതാണ്. ഹുസൂലു ഹു, അതിനഫൂല്, അതിൻ്റെ ഉണ്ടാവൽ, മുസ്തഖറബായ ഉണ്ടാവൽ, അടുത്തു തന്നെ ആകപ്പെട്ടതായ, ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ തലബ് ആവശ്യപ്പെടലാണ്. കൗലിക്ക്, അതിൻ്റെ കൗല് പോലെ, അല്ലല്ലാഹ യർഹമുനി,
അള്ളാഹു എനിക്ക് കരുണ ചെയ്തേക്കാം. അപ്പോൾ അവൻ ആഗ്രഹിക്കുകയാണ്, തേടുന്നുണ്ട്, അടുത്ത് തന്നെ ഉണ്ടാകുന്നുള്ള ആഗ്രഹമാണ്. യർഹമുനി ലല്ലാഹ. അല്ലെങ്കിൽ തറജി, അപ്പോൾ ഒരു തറജിക്ക് അല്ലെങ്കിൽ അവൽ ഇസ്ഫാക്കി, പേടി കാരണത്താൽ പേടിക്ക് വേണ്ടി ഉണ്ടാവും. അതെന്താ? വഹുവ തവഖഉൽ മക്റൂഹ്, ഇഷ്ടപ്പെടാത്തൊരു കാര്യം, വെറുക്കപ്പെട്ട സാധനം പ്രതീക്ഷിക്കലാണ്. അതുകൊണ്ട് ഇഷ്ഫാഖിന് അഷ്ഫഖ മിൻ പറയല്ലോ, പേടി ഉണ്ടാവുക. ലഅല്ല സൈദൻ ഹാലികുൻ, സെയ്ദ് ഹാലിക്കായേക്കാം. അത് തറജല്ലാലോ, പേടിയാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പ്രതീക്ഷ, അവൻ എന്തെങ്കിലും ആ ഒരു ആ ഒരു മക്രൂഹിൻ്റെ തവഖു പ്രതീക്ഷിക്കുക, അത് തറജിയല്ലാലോ. അല്ലെങ്കിൽ അല്ലെങ്കിൽ താലീലിന് വേണ്ടി വരും, കാരണത്തിന് വേണ്ടി. അല റഅയിൽ കിസാഇ വൽ അഖ്ഫശി, അഖ്ഫശി ഇമാമിൻ്റെയും കിസായി ഇമാമിൻ്റെയും അഭിപ്രായം അനുസരിച്ച് അങ്ങനെയും വരും. ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗല്, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കർ. ഉണ്ടാവും. അപ്പം എന്താ, ഇനി അവരോട് പറയണം നല്ല ലയ്യനായ ഖൗൽ. എന്തിനു വേണ്ടി? അവർ ചിന്തിച്ചാലോചിക്കുന്നതിന് വേണ്ടിനാ. ഐ ലികൈ യതദക്കർ എന്നർത്ഥം. ലികൈ യതദക്കർ എന്നർത്ഥം അവർ ചിന്തിച്ചു ആലോചിക്കുന്നതിന് വേണ്ടിന്ന്. അപ്പോൾ താലീലിൻ്റെ മനാക്ക് വരും. ഇനി ഇവളുടെ പ്രത്യേകത നോക്കാം. ഫയൻസിബ്ന, ഐ ഇവകൾ, അഥവാ ഈ ഹാദിഹിൽ ഹറുഫു, ഈ ഹർഫുകളൊക്കെ നസ്ബ് ചെയ്യും അൽ മുബ്തദൈനി. അപ്പോൾ മുബ്തദനെ നസ്ബ് ചെയ്താൽ പിന്നെ ഫയുസമ്മ, അതിനെ പറയപ്പെടുക ഇസ്മൻ, ഇസ്മാണ്, ലഹുന്ന ഇവകൾക്കുള്ള ഇസ്മായിട്ടാണ് പറയപ്പെടുക. വയർഫഅനൽ ഖബറ, ഖബറിന് റഫും ചെയ്യും. അപ്പോൾ പിന്നെ ഫയുസമ്മ, അവയെ പറയാ ഖബറൽ ലഹുന്ന, ഇവകൾക്കുള്ള ഈ ഇന്നാഖവാത്ത് ഉണ്ടല്ലോ, അതാണ് ലഹുന്ന, ഇവകൾക്കുള്ള ഖബറായിട്ടാണ് പറയപ്പെടുക. ഫയുസമ്മ ഖബർ എന്ന് പറയപ്പെടും, ലഹുന്ന ഇവകൾക്കുള്ള എന്നർത്ഥം. എപ്പോഴാട്ടോ അത്? ഇല്ലം തഖ്തരിൻ ബിഹിന്നമൽ ഹർഫിയത്തു സായിദ, സായിദായ ഹർഫിയായ മാ ഇവകളോട് കൂടിച്ചേർന്നിട്ടില്ലെങ്കിലാണ്. സായിദായ ഹർഫിയായ മാ ഇവരോട് ചേർന്നാൽ പിന്നെ അമൽ ഇല്ലാതാകും. എന്നാൽ ലൈത്തക്ക് രണ്ടും പറ്റുമൊക്കെ പറയും, താഴെ പറയും. അതാണ് ഫൈൻ ഇഖ്തറനത് ബിഹിന്ന, ഫൈൻ ഇഖ്തറനത്, ഇനി കൂടിച്ചേർന്നാൽ, ഏത്? ഈ സായിദായ ഹർഫിയായ മാ കൂടിച്ചേർന്നാൽ ബിഹിന്ന ഇവകളോട്, അഥവാ ഇന്ന അഹ്വാത്തിനോട്, അപ്പോൾ ബത്തൽ അമലുഹുന്ന, അവരുടെ അമൽ ബാത്തിലാകും. ലൈത്തനെ ഒഴിവാക്കി നമ്മൾ പറയേ അവരുടെ അമൽ എന്താവും? ബാത്തിലാവും. ഇവിടെ ഈ സായിദായ ഹർഫിയ അമ്മ കയറിയാൽ രണ്ട് സംഭവമാണ് അവിടെ സംഭവിക്കുക, നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ആ ഇവകളുടെ അമൽ ഇസ്മിന് നസ്ബും ഖബറിന് റഫും കൊടുക്കുന്ന പരിപാടി ഇല്ലാതായി പോകും, തടയും. ആ തടയുന്ന അമലിനെ തൊട്ട് തടയുന്ന കാരണത്താൽ നമ്മൾ ഇതിനെന്ത് പറയലുണ്ട്? കാഫത്തായ മാ എന്ന് പറയും. കാഫത്ത് പറഞ്ഞാൽ എന്താ? മാനിഅ എന്നർത്ഥം, തടയുന്നതായ മാ, അമലിനെ തൊട്ട് തടയുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നത്. രണ്ടാമത്തത് ഈ ഇസ്മിയൻ്റെ മേൽ പ്രവേശിക്കുക, ഇസ്മിയാൻ്റെ മേൽ പ്രവേശിക്കുക എന്നുള്ള ഖുസൂസിയത്ത് പോയി, അതുപോലെ ഫീലിയ ജുംലൻ്റെ മേൽ പിന്നെ പ്രവേശിക്കൽ സ്വഹീഹാകും. ഈ രണ്ട് സംഭവം നടക്കും. അതാണ് പറയുന്നത്. വസഹ ദുഖൂലുഹുന്ന, അവരുടെ പ്രവേശിക്കൽ സ്വഹീഹാകും അലൽ ജുംലത്തിൽ ഫിഅലിയത്തി, ഫീലിയ ജുംലയുടെ മേൽ, വൽ ഇസ്മിയ ജുംലൻ്റെ മേലും. വലിതായി കാരണത്താൽ സുമ്യത്ത് മാ ഹാദിഹി, ഈ മാക്ക് പേര് പറയപ്പെട്ടു കാഫത്തൻ. ഉണ്ടോ? കാഫത്തായ മാ. എന്തുകൊണ്ട്? അമലിനെ തൊട്ട് തടയും, മാനിഅത്തുൻ എന്നുള്ള അർത്ഥമാണ്. നഹ്വു ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗല് പോലെ നോക്കി ഇവിടെയൊക്കെ, ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്. ഇന്നമല്ലാഹ എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പോൾ ഇന്നമല്ലാഹു എന്നാ പറഞ്ഞത്, മാ വന്നു. ആ മാ അവിടെ എന്ത്? ഇന്നമാലാകുമ്പോൾ അവിടെ ഒരു ഹസനെ കൂടി ഫായിദ ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ അള്ളാഹു എന്നുള്ളത് ഇന്നൻ്റെ ഇസ്മാവാൻ പറ്റൂല, മറിച്ചത് മുബ്തദാണ്. അപ്പോൾ അമലില്ലാതായിപ്പോയി. ഖുൽ ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഇവിടെ ഇപ്പം നോക്കി നിങ്ങൾ, കുൽ ഇന്നമാ യൂഹാ ഇലയ്യ, യൂഹാ ഉണ്ടാവും. അവിടെ ഫീല് പ്രവേശിച്ചു, അമലില്ല. ഫീല് കണ്ടോ? ഫീലിൻ്റെ മേലിൽ കടന്നത്. അതുപോലെ തന്നെ കഅന്നമാ യുസാഖൂന ഇലൽ മൗത്ത്, ഇതൊക്കെ ഖുർആനിലുള്ള ആയത്തുകളാണ്, എല്ലാവർക്കും നോക്കാൻ പറ്റും. ഇവിടെ ഇപ്പം നമുക്ക് തെളിവെന്താ? കഅന്നമാ യുസാഖൂന ഇലൽ മൗത്ത്, ഇവിടെയും അമലില്ല, കാരണം ഫീലിൻ്റെ മേൽ വന്നു. കണ്ട, അമ്മാ വന്നു രണ്ടിലും. ഇന്നമാ കഅന്നമാ അവിടെ കണ്ടില്ല, കഅന്നമാ അമലില്ല. കഅന്നമ സായിദായ മാ, കാഫത്തായ മാ വന്നതുകൊണ്ട് അമലിനെ തൊട്ട് മുടക്കം ചെയ്തു. അതുപോലെ തന്നെ ഇസ്മിയാൻ്റെ മേലുള്ള ഖുസൂസിയത്ത് പോയി, ഫീലിയ ജുംലയും വന്നു. പിന്നെ വഖൗലിഹി, ഒരു അടുത്ത് നോക്കി നിങ്ങൾ, വലാകിന്നമാ അസ്ആ ലിമജ്ദിൻ മുഅസ്സലിൻ വഖദ് യുദ്രികുൽ മജ്ദൽ മുഅസ്സല അംസാലീന. വലാകിന്നമാ, എങ്കിലും, പക്ഷേ, അസ്ആ പരിശ്രമിച്ചു, ലിമജ്ദിൻ ഒരു മജ്ദിന് വേണ്ടി, മഹത്വത്തിന് വേണ്ടി, മുഅസ്സലിൻ ബഹുമാനിക്കപ്പെടുന്ന മഹത്വത്തിന് വേണ്ടി, വഖദ് യുദ്രികുൽ മജ്ദ മജ്ദിനെ എത്തിക്കും, അൽ മുഅസ്സല ബഹുമാനിക്കപ്പെടുന്ന മജ്ദിനെ, മഹത്വത്തെ എത്തിക്കും, അംസാലി എന്നെ പോലെയുള്ളവർ.
അപ്പോൾ ഇവിടെ നമ്മൾ തെളിവെന്താ വലാക്കിന്നമാ എന്ന് പറഞ്ഞപ്പോൾ മാ വന്നു, അമലില്ല, അസ്ഹാഫിലിൻ്റെ മുമ്പ് കടന്നില്ലേ, രണ്ട് അമല് പോയി. അതേപോലെ തന്നെ അടുത്തത് വഖൗലിഹി അഇദ് നസ്റതൻ യാ അബ്ദ ഖൈസിൻ ലഅല്ലമ അദാഅത് ലകന്നാറുൽ ഹിമാറൽ മുഖയ്യദ. അഇദ് നീ മടക്ക്, നസ്റതൻ നിന്റെ ദൃഷ്ടി ഒന്നുകൂടി, യാ അബ്ദ ഖൈസിൻ അബ്ദ ഖൈസേ ലഅല്ലമ ആയേക്കാം, അദാഅത് ലക നിനക്ക് നിനക്ക് വേണ്ടി പ്രകാശം പരത്തും, അന്നാറു തീ നിനക്ക് വേണ്ടി പ്രകാശിപ്പിക്കും, അദാഅത്ത് നിനക്ക് വേണ്ടി പ്രകാശിപ്പിക്കും അന്നാറു തീ അൽ ഹിമാറ ഹിമാറിനെ പ്രകാശിപ്പിക്കും. എങ്ങനത്തെ ഹിമാറ? അൽ മുഖയ്യദ കെട്ടിയിടപ്പെട്ട, അലിഫു ഇത്ലാഖിന് വേണ്ടിയാ. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് തെളിവ് എന്നാണ് അല്ല മാ അദാഅത്ത്, ലാല്ലൻ്റെ വലി മാ വന്നു, അമലില്ല, ഉണ്ടോ ഇസ്മിൻ്റെ ഖുസൂസിയ കയറുക എന്നുള്ള ഖുസൂസിയത്ത് പോയി, അവിടെ അദാഅത്ത് വന്നില്ലേ, ഫീല് വന്നു. ഇനി നോക്കി നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ അമലിനെ തൊട്ട് മുടക്കം ചെയ്യും, ഈ മുടക്കം ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് മാ വന്നാൽ പിന്നെ മുടക്കം ചെയ്യും, അമല് കിട്ടൂല. പക്ഷെ അതിൽ ഒഴിവാക്കിയ ആളുണ്ട്, അതാ പറയുന്നത് വലാ യുസ്തസ്നാ മിൻ ദാലിക. ഈ മാ സായിദായ ഈ സായിദായ ഹർഫിയായ മാ വന്നാൽ അമലിനെ തൊട്ട് അമല് കിട്ടൂല അറിഞ്ഞില്ലേ, അമല് കിട്ടൂല, പിന്നെ അമലില്ല, അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ല, ഇല്ല ലൈത്ത ലൈത്ത് ഒഴികെ. ഫൈനഹ, അപ്പോൾ ഈ ലൈത്ത തക്കൂനു അത് ബാക്കിയത്തിന് രണ്ടും പറ്റും. ബാക്കിയത്തിന് അത് ബാക്കിയാകും, അൽ ഇഖ്തിസ്വാസിഹ അതിൻ്റെ ഖുസൂസിയത്ത് അത് പ്രത്യേകമാവുക. ഹാ എന്ന് പറഞ്ഞാൽ ലൈത്ത പ്രത്യേകമാവലിൻ്റെ മേൽ ബാക്കിയാകും, ബിൽ ജുംലത്തിൽ ഇസ്മിയ ജുംല കൊണ്ട്. ഫലിദാലിക കാരണത്താൽ തന്നെ യജൂസു ഫീഹ ആ ലൈത്തയിൽ അനുവദനീയമാണ് അല്ലംറാനി രണ്ട് കാര്യങ്ങൾ. അതായത് അല്ലേ അമാലു അമൽ ചെയ്യിപ്പിക്കങ്ങൾക്ക്, വഹുൽ അർജഹ് അമൽ ചെയ്യിപ്പിക്കലാണ് അർജഹ്, അതിൻ്റെ ഇബ്ഖാ അല്ല അതിനെ ബാക്കിയാക്കുന്നതിന് വേണ്ടി, അൽ ഇഖ്തിസാസിഹ ആ ലൈത്ത ഇസ്മിയ ജുംല കൊണ്ട് ഇഖ്തിസാസ് ആയി എന്നുള്ളതിൻ്റെ മേൽ ബാക്കിയാക്കുന്നതിന് വേണ്ടി അമൽ ചെയ്യിപ്പിക്കുക, അതാണ് അർജഹ്. എന്നാൽ വല്ലിഹ്മാലു അമലില്ലാതെ അമൽ തൊട്ട് മുടക്കം ചെയ്യുക, അമൽ ചെയ്യിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. അതെങ്ങനെ? ഹംലല്ലഹ അല അഖ്വാത്തിഹ, ഹംലല്ലഹ ഈ ലൈത്തയെ ഹംല് ചെയ്തുകൊണ്ട്, അല അഖ്വാത്തി അതിൻ്റെ അഖ്വാത്തിൻ്റെ മേലെ വഹിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അഖ്വാത്തുകളുടെ മേലെ എങ്ങനെ ഹംല് ചെയ്യുമ്പോൾ എങ്ങനെ അഖ്വാത്തുകളുടെ ഉമ്മ കയറിയാൽ പിന്നെ അമലില്ലാലോ. അപ്പോൾ ആ നിലക്ക് നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഇഹ്മാലും ചെയ്യാനർത്ഥം. വഖദ് റുവിയ ബിഹിമ അവ രണ്ട് കൊണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഖൗലുൻ നാബിഹ, നാബിഹൻ്റെ കൗല് രണ്ട് നിലക്കും. ആയതാ നോക്കാം, രണ്ട് നിലക്കും ഒന്നെന്ന് പറഞ്ഞാൽ ഖാലത്ത് അലാ ലൈതമ ഹദൽ ഹമാമ ലന ഇലാ ഹമാമതിന ഔ നിസ്ഫഹു ഫഖദി. ഖാലത്ത് അവൾ പറഞ്ഞു, അലാ അറിയണേ, ലൈത്തമ ആയിരുന്നെങ്കിൽ, ഹാദൽ ഹമാമ ഈ പ്രാവും കൂട്ടങ്ങളായിരുന്നുവെങ്കിൽ, ലന നമുക്കുള്ളതായിരുന്നുവെങ്കിൽ, ഇലാ ഹമാമത്തിന് നമ്മുടെ ഈ ഒരു പ്രാവിലേക്ക് ഈ പ്രാവും കൂട്ടങ്ങളായിരുന്നുവെങ്കിൽ, ഔ നിസ്ഫഹു അത് ഔ ഇവിടെ വാവിൻ്റെ മേനെ, ഔ നിസ്ഫഹു ആ അതിൻ്റെ ആ പ്രാവും കൂട്ടങ്ങളുടെ പകുതിയുമായിരുന്നുവെങ്കിൽ, ഫഖദി നമുക്കത് മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അതിൻ്റെ ആ പെണ്ണിൻ്റെ കാഴ്ചയെ കവി പ്രശംസിക്കുകയാണ്. കാരണം പ്രാവ് കൂട്ടം അങ്ങനെ പറന്നു പോകുമ്പോഴേ പെട്ടെന്ന് എണ്ണി ഇവിടെ തോന്നുന്ന ഒരു പ്രാവാളുള്ളത്, അപ്പോൾ അതും അതിൻ്റെ പകുതി ഉണ്ടെങ്കിൽ 100ആയി. അപ്പോൾ എത്ര ഉണ്ടാവും? 66. 66ഉം അതിൻ്റെ പകുതി 33 ഉണ്ടായിരുന്നെങ്കിൽ ഫഖദി 100 തികഞ്ഞില്ലേ, അത് മദീന. അതാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ എന്താ തെളിവ് പറഞ്ഞാൽ ഖാലത്ത് അലാ ലൈത മാ ഹാദൽ ഹമാമ ലന എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ലൈത്ത മാ കയറിയിട്ടും ഹാദൽ ഹമാം അവിടെ അമലിട്ടിയാൽ നിങ്ങൾ മനസ്സിലായി നമുക്ക് ഹാദാണല്ലോ. അപ്പോൾ അമൽ കിട്ടുകയാണെങ്കിൽ ലൈത്താൻ്റെ ഇസ്മാണ് ഹാദ, ഫി മഹല്ലി നസ്ബായിരിക്കും ഹാദ. അത് നമുക്കിങ്ങനെ മനസ്സിലായി. അതിന് ബദൽ പറഞ്ഞപ്പോൾ അല്ല ഹമാമ എന്നാണ് പറഞ്ഞത്, കണ്ടോ? ബദൽ പറഞ്ഞപ്പോൾ മനസ്സിലായി, ബദലിൽ ഹമാമ കണ്ടോ? അപ്പോൾ അമൽ കിട്ടി. ഇനി അമൽ അപ്പോൾ ലൈത്തൻ്റെ ഇസ്മായിട്ടാണ് ഹാദ വരിക, ഫി മഹല്ലി നസ്ബായിരിക്കും, അഭിനയാണല്ലോ. ഇനി അമലില്ലാതെയും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? അപ്പം എങ്ങനെ? അലാ ലൈത്തമ ഹാദൽ ഹമാമൂന്ന് അപ്പം വരിക, അപ്പം പിന്നെ മുബത്തദായിട്ടാണ് പോവുക. അപ്പം ഈ രണ്ട് നിലക്കും അത് വന്നിട്ടുണ്ട് എന്നർത്ഥം. അതിൻ്റെ ഇറാബാണ് കാലത്ത് ഫീലും ആദ്യമാണ്, തേനീസിന് വേണ്ടിയാണ്. അല ഹർഫു ഇസ്തിഫ്താഹിൻ്റെ തംബീഹിൻ്റെ ഹർഫ്, ലൈത്തമ തമന്നിൻ്റെ ഹർഫാണ്, നസ്ബ് പിന്നെ മാ ഇതാണ്, ഹാദ എന്നുള്ളത് ഹ തംബീഹിന് വേണ്ടി, ഇതാ ഇസ്മി ഇഷാറ നസ്ബിൻ്റെ മഹല്ലാണ്, ലൈത്തൻ്റെ ഇസ്മ ഹാദൽ ഹമാമ എന്ന് വായിക്കുമ്പോൾ. റഫ് ചെയ്യുമ്പോൾ ഇസ്മ ഇഷാറ മുബത്തദായിട്ടാണ് വെക്കേണ്ടത്, മനസ്സിലായില്ല? അപ്പം അമലുണ്ടാവില്ലല്ലോ. ഹമാമ എന്നുള്ളത് ഇസ്മ ഇഷാറ എന്ന് ബദൽ, അത് ബദലായ ഹമാമ എന്ന് വായിക്കുമ്പോൾ
രണ്ടേൽക്കാകുമ്പോഴും ബദൽ തന്നെ. അപ്പോൾ ഒന്ന് മറ്റേതാകുമ്പോൾ അമലുണ്ടാകുമ്പോൾ ഹമാമ, അല്ലെങ്കിൽ മറ്റേ റഫ് മുബ്തദ ബദലാക്കുമ്പോൾ ഹമാമു, ഇങ്ങനെ വായിക്കണം. ലന എന്നുള്ളതിൻ്റെ മുത്തഅല്ലഖ് മഹദൂഫാണ്. ലൈത്താൻ്റെ ഇത് ലൈത്തൻ്റെ ഖബറാണ്. അത് നമ്മൾ തഖ്ദീർ ചെയ്യുക, മജ്റൂറാകുമ്പോൾ നമ്മൾ വെക്കല്ലേ. അത് ലൈത്തൻ്റെ ഖബറാകുക നസ്ബിൻ്റെ നെൽക്കാണ്, മറ്റേതാകുമ്പോൾ മുബ്തദൻ്റെ ഖബറായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ വെക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ വാദിഹല്ല, ബാക്കി അടുത്ത ക്ലാസ്സിൽ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും.